ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തത്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളിന്റെ കളറെല്ലാം ഇതുപോലെ മാറി വന്നാൽ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇതിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവും. അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിന്റെ പച്ചമണെല്ലാം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാല ഉണ്ടെങ്കിൽ കുറച്ച് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ബീഫ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫ് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലത്തെ ബന്നാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 പാക്കറ്റ് ബന്നാണ് വാങ്ങിയത്. ഒരു പാക്കറ്റിൽ നമുക്ക് 6 കിട്ടുന്നത്. ഇതെല്ലാ ബേക്കറിയിലും കിട്ടും. പാവ് ബന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രെഡ് കിട്ടും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിതാ കുറച്ചധികം തന്നെ മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡിന്റെ പീസ് എല്ലാം ഇതിന്റെ ബാക്ക് സൈഡ് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാം സെറ്റ് ആക്കിയിട്ട് വെക്കാം. ഇനിയിപ്പോ നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് എടുത്താലും മതി. പക്ഷെ ചില്ലി ഫ്ലേക്സ് ചേർത്താൽ കാണാൻ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും. അപ്പൊ ഇതേപോലെ നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നല്ലോണം ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ പീസ് ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ നല്ലപോലെ ഡിപ്പ് ചെയ്യണം. എല്ലാ സ്ഥലത്തും മുട്ടേന്റെ മിക്സ് ആവുന്ന രീതിയിൽ മുക്കിയെടുക്കണേ. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ 3 മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതേപോലെ ആക്കിയതിന് ശേഷം കുറച്ച് സമയം മാത്രമേ കുക്ക് ചെയ്യേണ്ടുള്ളൂ. അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താലും മതി. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും തന്നെ ആ ഒരു സൈഡ് കുക്ക് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിന്റെ ഓരോ സൈഡും ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കാം. വേഗം ആയി കിട്ടും കേട്ടോ. കുറച്ച് സമയം മാത്രമേ വേണ്ടൂ. ഒരു 10-15 സെക്കൻഡെല്ലാം മാത്രം വെച്ച് കൊടുത്താൽ മതി. ഓരോ സൈഡും നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ ഇത് ദോശക്കല്ലിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മസാല നിറച്ചിട്ടുള്ള ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ ഫസ്റ്റ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സൈഡെല്ലാം കുക്കാക്കി എടുക്കേണ്ടത്. അപ്പൊ ഞാനിതാ എല്ലാ സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൊട്ടി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കാം. അടുത്ത സെറ്റിൽ ഞാൻ കുറച്ചധികം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഇതും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. തീയിൽ കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ മറിച്ചിടാനെല്ലാം പറ്റും. പിന്നെ തീരെ പറ്റാത്തവരാണെങ്കിൽ മാത്രം ഞാൻ നേരത്തെ ചെയ്ത പോലെ സ്പൂണോ ഫോർക്കോ മറ്റോ വെച്ചിട്ട് തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കാണ്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും.
കുറെ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ബന്നെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മുട്ടയിലും കൂടി ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട് മുട്ടയിലും പാലിലെല്ലാം ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും. കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിന്റെ ഉൾഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഇതിന്റെ ഉൾഭാഗം ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഫില്ലിംഗ് അധികം വെച്ച് കൊടുത്താൽ ഇതുപോലെ നിറയെ മസാല ഉണ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.